സകല പ്രവചനങ്ങളെയും മറികടന്നുകൊണ്ട് ഇന്ത്യൻ GDP 8.2% വളർച്ച രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രത്യേകം ഓർക്കണം, അമേരിക്ക നമുക്കെതിരെ 50% തീരുവ ഏർപ്പെടുത്തിയിട്ടും നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥക്ക് ഒരു ചുക്കും സംഭവിച്ചു. അങ്ങനെ നമ്മുടെ മൂങ്ങാ കണ്ണൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ ഈ കണക്ക് മാത്രമേ കണ്ടുള്ളൂ. ഇതിന് ശേഷം വന്ന കണക്കുകൾ നമ്മുടെ ഫ്രെഡിയണ്ണം പറഞ്ഞുതരും. ഒന്ന് കേട്ടു നോക്കണേ. ഇതൊന്നും നിങ്ങളെ വെളിവരത്തില്ലാന്ന് അറിയാം, എങ്കിൽ പോലും ഒന്ന് കണ്ടു നോക്കൂ. വളരെ റീസെന്റ് ആയിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ GDP 8.2% ആണ് വളർന്നേക്കുന്നത്. ഈ വളർന്നേക്കുന്ന ഡാറ്റയും കൊണ്ട് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ അവിടെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണമല്ലോ. ചെയ്ത് കഴിഞ്ഞപ്പോൾ 196 അംഗരാജ്യങ്ങളുള്ള IMF പറഞ്ഞു, ഇജ്ജ് മുത്താണ്, ഇജ്ജ് ഇരിക്കട്ടെ, ഇജ്ജിനൊരു സി ഗ്രേഡ് കൊടുത്തിട്ടുണ്ട്. വേറൊന്നുമല്ല, ചുമ്മാ തമാശക്ക് സി വെച്ചോ. അപ്പൊ എന്താണ് സി, എന്തുകൊണ്ട് സി? ഈ കണക്ക് പുസ്തകമായിട്ട് നരേന്ദ്രൻ ചെന്നപ്പോ നരേന്ദ്രന്റെ അടുത്ത് പറഞ്ഞു, നീയും ശരിയല്ല, നിന്റെ കണക്കും ശരിയല്ല. പ്രധാന കാര്യം 2025 നമ്മൾ യൂസ് ചെയ്ത മെത്തേഡ് 2011-2012 കാലഘട്ടത്തിലെയാണ്. ഇന്നത്തെ പോലത്തെയുള്ള പേയ്മെന്റ് മെത്തേഡ്സ്, ഡിജിറ്റൽ പേയ്മെന്റ് മെത്തേഡ്സ് ഒന്നും വന്നില്ല. അതായത് നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ഗൂഗിൾ പേ അങ്ങനത്തെ സെറ്റപ്പ് കാര്യങ്ങളൊന്നും വന്നില്ല. ഇതൊക്കെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റിന്റെ മുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേക്കണേന്ന് ഒരു വ്യക്തതയില്ല. വെച്ച് തട്ടി 2011 മെത്തേഡ് വെച്ചിട്ട്. ഇനി അടുത്തത് സീസണൽ അഡ്ജസ്റ്റ്മെന്റ്. ഈ സീസണൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയും കുറക്കുന്ന പരിപാടിയല്ല. ഈ മൺസൂൺ, പിന്നെ പ്രകൃതി ദുരന്തം, ഇതൊക്കെ വരുമ്പോ ഒരു എക്കണോമിയിൽ ചെറിയൊരു പ്രശ്നങ്ങൾ വരും, ഒരു ക്രഞ്ച് വരില്ലേ? വരും, ശരിക്കും വരും. അപ്പോ അവിടെ കച്ചവടം കുറയും, അവിടുത്തെ ഉള്ള പ്രൊഡക്ഷൻ കുറയും, അവിടെയുള്ള ഡിസ്ട്രിബ്യൂഷൻ കുറയും, അവിടെ കുറെ റിലീഫ് ആക്ടിവിറ്റീസിന് ഫണ്ട് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ പല കാര്യങ്ങളും വരും. ഇതിന്റെ ഒന്നും അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ല. അതായത് ഇപ്പൊ ദീപാവലി സമയം, ക്രിസ്മസ് സമയം, ന്യൂ ഇയർ സമയം, പൂജവെപ്പ്, ഈ സമയത്തൊക്കെ ആൾക്കാർ പർച്ചേസ് ചെയ്യുന്ന കുറെ സംഭവങ്ങളുണ്ട്. അല്ലെങ്കിൽ അക്ഷയ തൃതീയ, ഇതൊക്കെ ശരിക്കും സീസണലി ഉണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസ് ആണ്. ഓക്കെ, ഇതൊന്നും കാണിച്ചിട്ടില്ല, ചുമ്മാ വാരി വലിച്ചടിച്ചേക്കുവാണ്. ഇനി അടുത്തത് ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സും പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സും. നമ്മൾ യൂസ് ചെയ്യുന്നത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ്, പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് അല്ല. നമ്മൾ മറ്റേ കുറച്ച് എണ്ണ കച്ചവടം ചെയ്തായിരുന്നു ഈ ഇടക്ക്. കുറെ ടീമുകൾ, എല്ലാവരും അല്ല, 2-3 ടീമുകൾ എണ്ണ കച്ചവടം ചെയ്തായിരുന്നു. എണ്ണ കച്ചവടം ചെയ്തപ്പോൾ എങ്ങനെ ചെയ്യുന്നത്? ഒരു രാജ്യത്ത് നിന്ന് മേടിച്ചിട്ട് മറ്റു രാജ്യങ്ങളിൽ കൊണ്ടേ കൊടുക്കും. ഏതാണ് എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കിയെന്നും പറയുന്നില്ല. ഇതെല്ലാം GDP കൂട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ചിലപ്പോൾ IMF ദഹിക്കൂല. IMF ദഹിച്ചിട്ടില്ല, നമ്മുടെ നാട്ടിലെ സംഖ്യകൾക്ക് മനസ്സിലാവേയില്ല. പിന്നെ ഈ GDP എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചിലപ്പോ 1, 2, 3 വ്യക്തികളിലേക്ക് ചുരുങ്ങുന്ന രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു സംഭവം ഉണ്ട്, അൺഎംപ്ലോയ്മെന്റ്. ഈ ഫാർമേഴ്സ് അല്ലെങ്കിൽ കർഷകരെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുൾ ടൈം എംപ്ലോയീസ് ആയിട്ടാണ്. എല്ലാ സീസണിലും ഫാർമേഴ്സിന് പണി ഉണ്ടാവോ? അതൊരു പാർട്ട് ടൈം അല്ലെങ്കിൽ സീസണൽ വർക്ക് മാത്രമാണ്. സംശയം ഉണ്ടെങ്കിൽ വിവരമുള്ളവരടുത്ത് ചോദിച്ചാൽ മതി.